ഈ കേസിൽ പ്രതി വളരെ കണ്ണിങ് ആയിരുന്നു. അയാൾ കുറ്റകൃത്യം നടന്ന ആ സമയത്ത് തന്നെ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചു. നല്ല വില കൂടിയ മൊബൈൽ ഫോൺ ഒടിച്ചു മടക്കി ദൂരെ എറിഞ്ഞിട്ടാണ് അയാൾ പോയത്. അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ പരമാവധി ഒഴിവാക്കി ബൈ റോഡുകളിൽ കൂടിയാണ് അയാൾ സഞ്ചരിച്ചിരുന്നത്. തിരുവനന്തപുരം മുതിയാവളയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിലായി. തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതി സമാനമായി നിരവധി സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുകയും അവരെ മർദ്ദിക്കുകയും പതിവാണെന്ന് പോലീസ്. കുടപ്പനക്കുന്ന് സ്വദേശിനി മായാമുരളി കൊല ചെയ്യപ്പെട്ട് 13-ാം നാളിലാണ് പ്രതി രഞ്ജിത്ത് പിടിയിലാകുന്നത്. റൂറൽ പോലീസിനെ ഏറെ വട്ടം ചുറ്റിച്ച പ്രതി തിരുവനന്തപുരത്ത് പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെ തേനിയിലെ വിളവർക്കോട്ടയിലെ ഹോട്ടലിൽ ജോലി ചെയ്യുമ്പോഴാണ് പിടിയിലാകുന്നത്. കൊലപാതകത്തിനു ശേഷം വേഷം മാറിയ രഞ്ജിത്ത് പല സ്ഥലങ്ങളിൽ മാറിയാണ് പോലീസിനെ വെട്ടിച്ചു നടന്നത്. ഡ്രോൺ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ച് തിരുവനന്തപുരം സിറ്റിയിലും പരിസരങ്ങളിലും കാടിളക്കി പോലീസ് പരിശോധിച്ചെങ്കിലും പ്രതിയെ കിട്ടിയിരുന്നില്ല. വില കൂടിയ ഇയാളുടെ ഫോൺ ഉപേക്ഷിച്ച ശേഷമാണ് പ്രതി ഒളിവിൽ പോയത്. പ്രതിയുടെ മർദ്ദനം കാരണം ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. 8 വർഷം മുമ്പ് വാഹനാപകടത്തിൽ ഭർത്താവ് മരിച്ച മായാമുരളിയെ പരിചയപ്പെട്ട ശേഷം 8 മാസങ്ങൾക്ക് മുമ്പാണ് മുതിയാവളയിൽ റബ്ബർ പുരയിടത്തിന് നടുക്ക് ഒറ്റപ്പെട്ട വാടക വീട്ടിൽ താമസം മാറ്റിയത്. ഒരു സമയത്ത് നമുക്ക് ഇനി ലീഡ് കിട്ടില്ല എന്നുള്ളൊരു വിചാരം വന്നായിരുന്നു. എന്നാൽ പോലും അവർ ഗ്രൗണ്ടിൽ നിന്ന് മാറാതെ ലോഡ്ജുകൾ, അതുപോലെ തന്നെ വഴിയരികിൽ നിൽക്കുന്ന ഈ ഓട്ടോ ഡ്രൈവർമാർ, അങ്ങനെയുള്ളവരോടൊക്കെ ചോദിച്ച് കിട്ടിയ ഇൻഫർമേഷനെ പുറകെ ചെന്നാണ് ചില വിവരങ്ങൾ കിട്ടുകയും അങ്ങനെ ആ വിവരങ്ങൾ കിട്ടി ഇന്നലെ പോയി കാട്ടാക്കട SI അലോഷ്യസും പാർട്ടിയുടെ തമിഴ്നാട്ടിൽ പോയി പ്രതി അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നു. സ്ത്രീകളെ ഈ മഴ തന്നെ നേരത്തെ ഇടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വേറെ ആളുകളെയും ഇതേ രീതിയിലുള്ള അയാളുടെ ഒരു ഇടിയാണ് അതിന് കാരണമായത്. അതുപോലെയുള്ള കൃത്യമായ ഇടി കൊടുത്ത വേറൊരു സ്ത്രീ ഉണ്ട്. അതൊക്കെ കേസിൽ അവർ സാക്ഷിയായിട്ട് വരുന്നതാണ്. ഇയാളുടെ പ്രീവിയസ് കണ്ടക്ട് അത് ഉള്ളതാണ്. അയാൾക്ക് ആ രീതികളുണ്ട്. പക്ഷെ കേസിൽ പ്രതിയാവുന്ന രീതിയിൽ ഇപ്പൊ ഈ ഇടി കൊണ്ട സ്ത്രീ തന്നെ അതിനൊരു പരാതി പറയാനൊന്നും തയ്യാറല്ല. കാരണം അവർക്ക് അങ്ങനെ ആ രീതിയില്ല. പക്ഷെ അവന്റെ പ്രവൃത്തികൾ അങ്ങനെ കണ്ടക്ട് ഉള്ളതാണ്. വീട്ടുകാർ ബന്ധത്തെ എതിർത്തെങ്കിലും അത് വകവയ്ക്കാതെയാണ് മായാമുരളി വീട് വിട്ടത്. ടൈം ബി ന്യൂസ്, തിരുവനന്തപുരം.